ഇതേ ഞാൻ റെഡിയായി. ഇനി പൂരത്തിന് പോകാം. പൂരം എന്ന് പറയുമ്പം അറിയായിരിക്കുമല്ലോ, ആനയാണ് മെയിൻ. അങ്ങനെ ഓർക്കുവാണ് ഇതൊരു പൂരായി തോന്നാൻ സാധ്യത കുറവാണ്. ഞങ്ങളെ ഭയങ്കര ആനപ്രേമികളായതുകൊണ്ട് ഇവിടെ ആനയില്ല. പക്ഷെ ഇത് പൂരാണ്. അതെങ്ങനെയാവുന്നു എന്ന് ചോദിച്ചാൽ മീനമാസത്തിലെ കാർത്തിക തൊട്ടാണെന്ന് തോന്നുന്നു. പൂരം നാള് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം, പൂര മഹോത്സവം. സാധാരണ കൊടിയേറ്റവും പൂരം വിളിക്കും അല്ലാതെ ഇങ്ങനെ ആൾത്തിരക്ക് ഗാനമേളക്ക് മാത്രമാണ്. ഏപ്രിൽ 2 തൊട്ട് 10 വരെ ഉണ്ടായിരുന്ന ഉത്സവത്തില് പൂരംകുളി കൂടാതെ ഞാൻ കാണാൻ പോയത് അവസാന ദിവസങ്ങളിലെ 2 സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു. അതിൽ ആദ്യത്തെ മ്യൂസിക് പ്ലസ് മാജിക് ഷോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രോപ്പർ വധ തീരാനൊന്നും നിന്നില്ല ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ അവസാനത്തെ ഗാനമേള ഒന്നും പറയണില്ല. പൊളി, ഒരേ പൊളി. ദർ സോങ് സെലക്ഷൻസ് വാസ് ഓൾസോ. അവസാനം വരെ ഇരുന്നുണ്ട്. കാഞ്ഞങ്ങാട് അജാനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ നിത്യപൂജയും പൂജാരികളൊന്നുമില്ല. ഇവിടുത്തെ നട തുറക്കുന്നത് ആണ്ടിലെ പൂരത്തിനും പാട്ടുത്സവത്തിനും മാത്രമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ കുറുമ്പ ഭഗവതിമാരിൽ മൂത്തവള് നമ്മളൊക്കെ പോലെ പ്യുവർ നോൺ വെജും ആണ്. ഭഗവതി ഏട്ടക്കറി കൂട്ടിയ കഥയൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ച് അമ്പലത്തിൽ കയറുന്നതിന് ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിലും വടക്കേ മലബാറിലെ ഒട്ടുമിക്ക ദൈവങ്ങളും ഇങ്ങനാണല്ലോ. വെടിക്കെട്ട് കാണാൻ അവസാനം വരെ നിന്നിട്ട് ഞാൻ കണ്ട വെടിക്കെട്ട് കാണണോ ആർക്കെങ്കിലും? ഇതേ കണ്ടു.